ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ആത്മനമസ്കാരം. സർവഗുണസമ്പന്നനും മഹാഭാഗവതനുമായ പരീക്ഷിത്ത് മഹാരാജാവ് ബ്രഹ്മജ്ഞാനികളുടെ ഉപദേശം സ്വീകരിച്ച് ധർമ്മം തെറ്റാതെ ഭൂമി മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ തൻ്റെ രാജ്യത്തിൽ കലി പ്രവേശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കലിയെ നിഗ്രഹിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ സരസ്വതീ നദിയുടെ തീരത്ത് വെച്ച് വളരെ വിസ്മയകരമായ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. 3 കാലുകളും ഛേദിക്കപ്പെട്ട് അവശേഷിക്കുന്ന ഒരു കാലിൽ കഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വെളുത്ത കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവനും ക്ഷീണിച്ച് അവശയായി അതീവ ദുഃഖത്തോടെ നിൽക്കുന്ന ഒരു സാധു പശുവിൻ്റെ രൂപം ധരിച്ച ഭൂമിദേവിയും തമ്മിൽ സംസാരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവി കണ്ണീരൊഴുക്കുന്നത് കണ്ട് കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവൻ ചോദിച്ചു, ഭവതി, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ധർമ്മത്തിൻ്റെ 3 പാദങ്ങളും നഷ്ടപ്പെട്ട് എൻ്റെ ഈ ദുരവസ്ഥ കണ്ടിട്ടാണോ? അതോ ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമി വിട്ടു പോയതുകൊണ്ടാണോ? അതോ ഈ കലികാലത്തിൽ ഭൂമിയുടെ അവസ്ഥ ഇത്ര മോശമായത് കണ്ടിട്ടാണോ അവിടുന്ന് ദുഃഖിക്കുന്നത്? ഇതൊക്കെ കേട്ടപ്പോൾ ഭൂമിദേവി മറുപടി പറഞ്ഞു, ധർമ്മദേവ, അവിടുന്ന് ഈ പറഞ്ഞതെല്ലാം എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളാണ്. ഈ ഭൂമിയിൽ ഇനി വരാനിരിക്കുന്ന ദുരിതങ്ങൾ, നാശങ്ങൾ, ധർമ്മത്തിൻ്റെ അവസ്ഥ ഇവയെല്ലാം ആലോചിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങൾ ഈ ഭൂമിയിൽ പതിഞ്ഞ സമയം ഞാൻ സർവ്വ ഐശ്വര്യങ്ങളും ഉള്ളവളായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന കാളയുടെ രൂപത്തിലുള്ള ധർമ്മദേവൻ്റെയും പശുവിൻ്റെ രൂപത്തിലുള്ള ഭൂമിദേവിയുടെയും അടുത്തേക്കാണ് പരീക്ഷിത്ത് രാജാവ് എത്തിച്ചേരുന്നത്. ഈ സമയം രാജാവിൻ്റെ വേഷം ധരിച്ച ഒരു ശൂദ്രൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന ആ കാളയെ കയ്യിലെ വടികൊണ്ട് നിർദ്ദയം അടിക്കുന്നുണ്ട്. അതോടൊപ്പം സമീപത്ത് നിൽക്കുന്ന ആ സാധു പശുവിനെ കാലുകൊണ്ട് പ്രഹരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് ദയാലുവായ പരീക്ഷിത്ത് രാജാവിന് ഈ അധർമ്മം സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ രാജാവ് തൻ്റെ വാൾ ഊരിപ്പിടിച്ച് ആ ശൂദ്രനെ ശാസിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് ആ കാളയോട് ഇപ്രകാരം ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? ആരാണ് അങ്ങയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഈ ശൂദ്രൻ? ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് കാളയുടെ രൂപത്തിലുള്ള ധർമ്മദേവൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, രാജാവേ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന്. ദുഃഖത്തിന് കാരണം പല ജ്ഞാനികളും പണ്ഡിതന്മാരും പലതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന്. കാള പറയുന്നത് കേട്ടപ്പോൾ ഇതൊരു സാധാരണ മൃഗമല്ലെന്നും ധർമ്മദേവനാണെന്നും പശുവിൻ്റെ രൂപത്തിൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നത് ഭൂമിദേവിയാണെന്നും പരീക്ഷിത്ത് രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാജാവ് അവരെ സമാധാനിപ്പിച്ചു. നിർദോഷികളായ ഈ ഗോമിഥുനങ്ങളെ ദ്രോഹിക്കുന്ന ആ ശൂദ്രനെ വധിക്കാനായി പരീക്ഷിത്ത് രാജാവ് വാളുയർത്തി. കുരുവംശ രാജാവായ പരീക്ഷിത്ത് ഭരിക്കുന്ന ഈ രാജ്യത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞ ഈ ഭൂമിയിൽ ദീനരായ ഈ ഗോമിഥുനങ്ങളെ ഇത്ര ധൈര്യത്തോടെ ദ്രോഹിക്കുവാൻ മാത്രം വളർന്ന് നീചനായ നീ ആരാണ്? ശീഘ്രം പറയുക, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ വാളിനിരയാക്കും. ഇത്രയും പറഞ്ഞ രാജാവ് കലിയെ വധിക്കുവാനായി വാളുയർത്തി. തന്നെ പരീക്ഷിത്ത് ഇപ്പോൾ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ കലി ഉടനെ തന്നെ രാജാവിൻ്റെ കാൽക്കൽ വീണ് ശരണം പ്രാപിച്ചു. ശരണം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന ധർമ്മമറിയാവുന്ന പരീക്ഷിത്ത് രാജാവ് കലിയെ വധിച്ചില്ല. തുടർന്ന് കലി രാജാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ വധിക്കരുതേ. ഞാൻ പറയുന്നത് അങ്ങ് സമാധാനത്തോടെ കേട്ടാലും അങ്ങ് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ അങ്ങ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കലി തന്നെയാണ്. ഇത് കലിയുഗമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇത് എനിക്ക് ആ സാക്ഷാൽ ഭഗവാൻ തന്നെ ആധിപത്യം കൽപ്പിച്ചു തന്ന യുഗമാണ്. സകല അധർമ്മങ്ങളുടെയും ദുരിതങ്ങളുടെയും യുഗമാണ് കലിയുഗം. ഈ യുഗത്തിൽ ഞാൻ കൂടുതൽ ശക്തനാണെങ്കിലും
അങ്ങയെപ്പോലെയുള്ള ധർമാത്മാക്കളുടെ മുന്നിൽ ഞാൻ തീർത്തും അശക്തനാണ്. മഹാരാജാവേ, ധർമ്മ സംസ്ഥാപനമാണ് അങ്ങയുടെ ജന്മലക്ഷ്യം. ആ ഭഗവാൻ അങ്ങയിൽ വിധിച്ച കർമ്മമാണത്. അതുപോലെ തന്നെ ഞാൻ തികച്ചും അധർമ്മിയാണെങ്കിലും എൻ്റെ പാപകർമ്മങ്ങളും ആ ഭഗവാന്റെ ഇച്ഛയായിരുന്നു. ഈ യുഗത്തിൽ ഇത്തരം അധർമ്മം ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുക എന്നത് ആ ഭഗവാൻ തന്നെ എനിക്ക് കൽപ്പിച്ചു തന്നതാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നീ 3 യുഗങ്ങളിൽ യജ്ഞങ്ങളും കഠിന തപസ്സും ദീർഘകാല സാധനകളും മറ്റും അനുഷ്ഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മനുഷ്യർക്ക് മോക്ഷയോഗ്യമായ ഒരു മഹത് ജന്മമെങ്കിലും ലഭിക്കുന്നത്. അങ്ങനെ മഹത് ജന്മം എടുത്ത് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അതിജീവിച്ചാണ് അവർക്ക് മോക്ഷഗതി കൈവരുന്നത്. അതാകട്ടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനോനിയന്ത്രണത്തിലൂടെ അനുഭവിച്ചു കിടക്കാൻ കഴിവുള്ള, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ സാധ്യമാക്കൂ. എന്നാൽ കലിയുഗത്തിൽ ഏതൊരു സാധാരണ ലൗകിക ജീവിതം നയിക്കുന്നവനും എളുപ്പത്തിൽ മോക്ഷം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റു 3 യുഗങ്ങളിൽ ജീവിച്ചിരുന്നവർ കലിയുഗത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്നവരായിരുന്നു. കാരണം കലിയുഗത്തിൽ ഞാൻ വിതയ്ക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ട് വലയുന്ന മനുഷ്യർ അവരുടെ അവസാനത്തെ ആശ്രയമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനിൽ ശരണാഗതി അടയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. മറ്റു യുഗങ്ങളിൽ കഠിന തപസ്സിലൂടെയും നിഷ്ഠയിലൂടെ പോലും ദുർലഭമായ ആ ഭഗവത് പ്രാപ്തി കലിയുഗത്തിൽ ഈ പൂർണ്ണ അർപ്പണം കൊണ്ട് മനുഷ്യന് നേടാൻ കഴിയുന്നു. ആയതിനാൽ മനുഷ്യരെ മറ്റെല്ലാം മറന്ന് ഭഗവാനിൽ ശരണാഗതി അടയാൻ പ്രാപ്തമാക്കുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇവിടെ സൃഷ്ടിക്കുകയാണ് എൻ്റെ കർമ്മം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കലി പറഞ്ഞതെല്ലാം ശരി തന്നെയാണെന്ന് പരീക്ഷിത്തിന് ബോധ്യമായി. തുടർന്ന് പരീക്ഷിത്ത് കലിയെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ ഭൂമി മുഴുവൻ ധർമ്മിഷ്ഠനായ പരീക്ഷിത്തിൻ്റെ അധീനതയിലാണ്. ഭൂമിയിൽ ഒരിടത്തും അധർമ്മം പൊട്ടിമുളയ്ക്കാൻ അദ്ദേഹം ഭരിക്കുമ്പോൾ സാധ്യമല്ല. ആയതിനാൽ അങ്ങ് തന്നെ ഭൂമിയിൽ എനിക്ക് വസിക്കാനുള്ള ഒരിടം കാണിച്ചു തരണമെന്ന് കലി പരീക്ഷത്തിനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, ഏതൊരു ദേശത്താണോ ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണിഹിംസ എന്നിവ നടക്കുന്നത്, അതുപോലെ ഏതൊരു സ്ഥലത്ത് സ്വർണം, ധനം എന്നിവ കുമിഞ്ഞുകൂടുന്നത്, അവിടെ നിനക്ക് വസിക്കാമെന്ന് പറഞ്ഞ് പരീക്ഷിത്ത് രാജാവ് കലിയെ സ്വതന്ത്രനാക്കി. അങ്ങനെ പണം കുന്നുകൂടിയാൽ അവൻ്റെ മനസ്സ് കലിയുടെ വാസസ്ഥാനമാകും. അതുപോലെ മദ്യപാനം, ചൂതുകളി, ഹിംസ തുടങ്ങിയ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സും കലിയുടെ വാസസ്ഥാനമാകും. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ കലി രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് വിടവാങ്ങി. കലി പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ധർമ്മദേവനെ നഷ്ടപ്പെട്ട പാദങ്ങൾ കൂട്ടിച്ചേർത്തു. ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ പരീക്ഷിത്ത് രാജാവായിരിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ധർമ്മം നിലനിന്നു. ഭൂമി വീണ്ടും സമ്പൽ സമൃദ്ധമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ഈ നൈമിഷാരണ്യത്തിലിരുന്ന് ഇത്രയും വലിയൊരു മഹായാഗം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചത് എന്ന് സൂതമുനി ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ ഭക്തിയോടെ ദൈവീക കാര്യങ്ങൾ, ആധ്യാത്മിക സത്സംഗങ്ങൾ, ഭജനകൾ, നാമജപങ്ങൾ എന്നിവ നടക്കുന്നിടത്തൊന്നും കലിക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. കലിക്കായി പരീക്ഷിത്ത് ചില ഇടങ്ങൾ വ്യവസ്ഥ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ കലിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പരീക്ഷിത്തിനെ മോക്ഷയോഗ്യമാക്കിയ ഒരു സംഭവകഥ കൂടി സൂതമുനി ശൗനകാദികൾക്ക് വളരെ ചുരുക്കി പറഞ്ഞുകൊടുത്തു. കലിയെ അടക്കി അധർമ്മത്തെ ഇല്ലാതാക്കി ദേവന്മാരുടെ പോലും ബഹുമാനത്തിന് പാത്രമായി തീർന്ന പരീക്ഷിത്ത് മഹാരാജാവ് മഹാധർമ്മിഷ്ഠനായി രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം രാജ്യം എല്ലാവിധ പുരോഗതിയും നേടി. മഹാഭക്തനായ രാജാവിനെ പിന്തുടർന്ന് ജനങ്ങളും ഭഗവത് ഭക്തരായി തീർന്നു. അങ്ങനെ ഭൂമി മുഴുവനും ഭഗവത് നാമം ഉയർന്നു കേട്ടു. സ്വന്തം ഹൃദയത്തിൽ ഭഗവാൻ ശ്രീഹരിയെ പ്രതിഷ്ഠിച്ച് പരീക്ഷിത്ത് എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. പക്ഷെ ഇത്രയൊക്കെ ആയിരുന്നിട്ടും ഭഗവത് ഭക്തനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരുന്നിട്ട് പോലും
അദ്ദേഹത്തിന് ഒരു നിമിഷ നേരത്തെ മുൻകോപം കൊണ്ട് ഒരു മുനിശാപം ഏൽക്കേണ്ടതായിട്ട് വന്നു. എന്നാലും ആ ശാപം നിമിത്തം അദ്ദേഹം സർവസംഘ പരിത്യാഗിയാകുകയും ആത്മജ്ഞാനം നേടുകയും ചെയ്തു. പരമഭാഗവതനും രാജർഷിയുമായ പരീക്ഷത്തിന് മുക്തി നൽകാൻ വേണ്ടി ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. ലൗകിക ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പെട്ടുഴലുന്ന തൻ്റെ പ്രിയ ഭക്തർക്ക് ഭാഗവതമെന്ന അമൃത് പകർന്നു നൽകി അവർക്ക് ഭക്തിയിലൂടെ വൈരാഗ്യവും അതിലൂടെ പരമപദപ്രാപ്തിയും നൽകാൻ വേണ്ടി ഭക്തവത്സലനായ ആ ഭഗവാൻ ശ്രീഹരി തന്നെ തൻ്റെ പ്രിയ ഭക്തനും ധർമാത്മാവുമായ പരീക്ഷത്തിനെ ഒരു ഉപകരണമാക്കി പരീക്ഷിച്ചു എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ഈ സംഭവത്തിലൂടെ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. രാജർഷിയായ പരീക്ഷത്തിന് മുനിശാപം ഏൽക്കുകയും അങ്ങനെ മുനിശാപമെന്ന അനുഗ്രഹത്തിലൂടെ ഭഗവാൻ പരീക്ഷത്തിനെ സർവസംഘ പരിത്യാഗിയാക്കി മാറ്റുകയും തന്നിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതത്തെ പറഞ്ഞുകൊടുത്തപ്പോൾ ലോകർക്ക് മോക്ഷത്തെ നൽകുന്ന ആ ഭാഗവതം അതിലൂടെ സാധാരണ ജനങ്ങൾക്കായി സമ്മാനിക്കുകയും ചെയ്തു. സൂതമുനി ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ശൗനകാദി മഹർഷിമാർ പരീക്ഷത്തിന് മുനിശാപം കിട്ടിയ ആ സംഭവം വിശദമായി പറഞ്ഞു തരാൻ സൂതമുനിയോട് ആവശ്യപ്പെട്ടു. അവരുടെ ആഗ്രഹം കണ്ട് സന്തോഷവാനായ സൂതമുനി പരമഭക്തനായ പരീക്ഷത്തിന് മുനിശാപം ഏൽക്കേണ്ടി വന്ന ആ കഥ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. ആ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം. പ്രണാമം.